നിങ്ങളുടെ യഥാർത്ഥ കഴിവിന്റെ ശക്തി ഉപയോഗിക്കാനും ഏറ്റവും വിജയിച്ച ആളുകളെപ്പോലെ മുകളിലേക്ക് നിങ്ങളുടെ വഴി കണ്ടെത്താനും നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടോ? വെറും 3 ദിവസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ മാനിഫെസ്റ്റ് കഴിയുമെന്ന് ഞാൻ പറഞ്ഞാലോ? ഇതിനെക്കുറിച്ച് നിങ്ങൾ ആവേശഭരിതനാണെങ്കിൽ, നിങ്ങളുടെ ഉത്തരം അതെ എന്നാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെ തുടരുക. കാരണം നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ കഴിയുന്ന ചില രഹസ്യങ്ങൾ ഞാൻ വെളിപ്പെടുത്താൻ പോകുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുടെ ആഗ്രഹപ്രകടനത്തിന്റെ മാനിഫെസ്റ്റേഷൻ ശക്തിയെ പൂർണ്ണമായും മാറ്റാൻ കഴിവുള്ള ലളിതമായ ഒരു 3 ദിവസത്തെ ടെക്നിക് ഞാൻ പങ്കുവയ്ക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് മാത്രമല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഓരോ ആഗ്രഹങ്ങളെയും ആകർഷിക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ പ്രപഞ്ചത്തിന്റെ അനന്തമായ ഊർജ്ജം അനുഭവിക്കാൻ ഈ രീതി നിങ്ങളെ അനുവദിക്കും. ഈ രീതിയുടെ ഏറ്റവും വലിയ സൗന്ദര്യം ഇത് വളരെ ലളിതമാണ് എന്നതാണ്. ഇതിനൊരുപാട് സമയവും ആവശ്യമില്ല. ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കുന്നതിനായി കുറച്ച് മിനിറ്റ് മാറ്റിവെച്ചാൽ മാത്രം മതി. ഇതിലും രസകരമായ കാര്യം, ഈ ടെക്നിക് ഉപയോഗിച്ച് നിങ്ങളുടെ ആഗ്രഹത്തിനനുസരിച്ച് എന്തും മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്നതാണ്. അത് പണമായാലും സ്നേഹമായാലും ആരോഗ്യമായാലും വിജയമായാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമായാലും. പക്ഷേ ആരംഭിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണാൻ പോകുന്നു എന്നെനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സ്ഥിരീകരണം, അഫർമേഷൻ എഴുതണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതുവഴി ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ലഭിക്കും. ആദ്യം നമുക്ക് 3 ദിവസത്തെ രീതി, 3-ഡേ മെത്തേഡ് എന്താണെന്നും എണ്ണമറ്റ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകളിൽ നിന്ന് ഇതിനെ ഏറ്റവും മികച്ചതും സവിശേഷവുമാക്കുന്നത് എന്താണെന്നും മനസ്സിലാക്കാം. ഈ ടെക്നിക് ആകർഷണ നിയമത്തിലും ലോ ഓഫ് അട്രാക്ഷൻ, നിങ്ങളുടെ സർഗാത്മക ദൃശ്യവൽക്കരണ, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ ചിന്തയിലും ആഴത്തിൽ വേരൂന്നിയതാണ്. ആകർഷണ നിയമം പ്രപഞ്ചത്തിലെ ഏറ്റവും ശക്തമായ നിയമങ്ങളിൽ ഒന്നാണെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇതിനകം അറിയാമായിരിക്കും. 1912 ചാൾസ് ഹാനൽ ആകർഷണ നിയമത്തെ പ്രപഞ്ചത്തിന്റെ മുഴുവൻ വ്യവസ്ഥയും ആശ്രയിക്കുന്ന ഏറ്റവും മഹത്തായതും പിഴവുകളില്ലാത്തതുമായ നിയമം എന്ന് വിശേഷിപ്പിച്ചു. ആകർഷണ നിയമം പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന നിയമമാണ്. ചുരുക്കത്തിൽ, നിങ്ങൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും വിശ്വസിക്കുന്നതും ആയിത്തീരുകയും അതിനെ ആകർഷിക്കുകയും ചെയ്യുന്നു എന്ന് ഈ ടെക്നിക് ഊന്നിപ്പറയുന്നു. ഈ നിയമത്തിന്റെ സാരം, നിങ്ങൾ ചിന്തിക്കുന്നതോ അനുഭവിക്കുന്നതോ വിശ്വസിക്കുന്നതോ ആയ കാര്യങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ യാഥാർത്ഥ്യത്തെ രൂപപ്പെടുത്തുന്നു എന്നതാണ്. മറുവശത്ത്, ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിനകം നിങ്ങളുടെ യാഥാർത്ഥ്യത്തിൽ പ്രകടമായതുപോലെ മാനസികമായി ചിത്രീകരിക്കുന്ന പ്രവൃത്തിയാണ്. നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുമ്പോൾ ആ ശക്തമായ ഫ്രീക്വൻസി നിങ്ങൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ 2 കാര്യങ്ങളും ഒരുമിപ്പിക്കുമ്പോൾ നിങ്ങൾ പ്രപഞ്ചവുമായി വളരെ ശക്തമായ ഒരു ബന്ധം സ്ഥാപിക്കുകയും നിങ്ങൾക്കാവശ്യമുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു സന്ദേശം അയക്കുകയും ചെയ്യുന്നു. ഇനി നമുക്ക് ഈ ടെക്നിക്കിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാം. 3 ദിവസത്തെ ടെക്നിക്കിൽ 3 ലളിതമായ ഘട്ടങ്ങളാണുള്ളത്. അത് നിങ്ങൾ തുടർച്ചയായി 3 ദിവസം ആവർത്തിക്കണം. 1-ാം ഘട്ടം, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എഴുതുന്നതിലൂടെ ആരംഭിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്താണ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായി നിർവചിച്ച് തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അത് കാർ, പുതിയ വീട്, സ്വപ്ന അവധിക്കാലം, അല്ലെങ്കിൽ ആരോഗ്യകരമായ ബന്ധങ്ങൾ, സന്തോഷം, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക വികാരം പോലുള്ള അമൂർത്തമായ കാര്യങ്ങളുമാകാം. നിങ്ങളുടെ ലക്ഷ്യമെഴുതുമ്പോൾ അതിമോഹം കാണിക്കാൻ മടിക്കരുത്. നിങ്ങൾക്കാവശ്യമുള്ളത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. പക്ഷേ നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് വ്യക്തതയുണ്ടായിരിക്കണം. അത് നിങ്ങളുടെ ജോലിയാണ്. നിങ്ങൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആകർഷണ നിയമത്തിന് നിങ്ങൾക്കാവശ്യമുള്ളത് നൽകാൻ കഴിയില്ല. അല്ലെങ്കിൽ നിങ്ങളൊരു സമ്മിശ്ര ഫ്രീക്വൻസിയാകും അയയ്ക്കുക. അതിന്റെ ഫലമായി സമ്മിശ്ര ഫലങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ഒറ്റ നെഗറ്റീവ് വാക്കുപോലും ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുക. അത് വർത്തമാനകാലത്തിൽ പ്രസന്റ് ടെൻസ് എഴുതാൻ ശ്രമിക്കുക. ആകർഷണ നിയമത്തിന് നിങ്ങൾ ഒരു കാര്യത്തെ നല്ലതെന്നോ ചീത്തയെന്നോ കരുതുന്നുണ്ടോ? നിങ്ങൾക്കത് വേണോ വേണ്ടയോ എന്നതൊന്നും പ്രശ്നമല്ല. ഉദാഹരണത്തിന്, നിങ്ങളുടെ കടബാധ്യതയെക്കുറിച്ച് നിങ്ങൾക്ക് മോശം തോന്നുന്നുവെങ്കിൽ നിങ്ങളത് സ്വയം സ്ഥിരീകരിക്കുകയാണ്. നിങ്ങളുടെ അസ്തിത്വത്തിന്റെ എല്ലാ തലങ്ങളിലും നിങ്ങൾക്കത് അനുഭവപ്പെടുന്നു. അതിനാൽ നിങ്ങൾക്ക് അത് തന്നെ കൂടുതൽ ലഭിക്കും. അതുകൊണ്ട് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് വലിയ വ്യക്തമായ അക്ഷരങ്ങളിൽ ഒരു കടലാസിൽ എഴുതുക. നിങ്ങൾ അത് എഴുതുമ്പോൾ അത് നിങ്ങൾക്ക് ഇതിനകം ലഭിച്ചതുപോലെ അനുഭവിക്കാൻ ശ്രമിക്കുക. കാര്യങ്ങൾ എളുപ്പമാക്കാൻ നിങ്ങളുടെ ആഗ്രഹങ്ങൾ കമന്റ് സെക്ഷനിൽ എഴുതാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2-ാം ഘട്ടം, ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇത് നമ്മളെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തിക്കുന്നു. ഈ ടെക്നിക്കിന്റെ 2-ാമത്തെ ഘട്ടം, നിങ്ങൾ കടലാസിൽ എഴുതിയത് തുടർച്ചയായി 3 തവണ ഉറക്കെ വായിക്കുക എന്നതാണ്. നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ വാക്കും ദൃഢവിശ്വാസത്തോടും ശക്തിയോടും കൂടി പറയുക. പ്രപഞ്ചത്തിന്റെ ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ നിറയുന്നത് അനുഭവിക്കാൻ ശ്രമിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് പ്രപഞ്ചത്തോട് വ്യക്തമായി പറയുകയാണ്.
ആശയവിനിമയം ഏതൊരു ബന്ധത്തിന്റെയും താക്കോലാണെന്ന് നാം എല്ലാവരും പഠിച്ചിട്ടുണ്ട്, അല്ലേ? അതുതന്നെയാണ് ഈ ടെക്നിക്കിലും പ്രധാനം. നിങ്ങളുടെ ആഗ്രഹങ്ങൾ വായിക്കുമ്പോൾ അവ ഇതിനകം നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായതിന്റെ ആവേശം അനുഭവിക്കുക. മൂന്നാമത്തെയും അവസാനത്തെയും ഘട്ടം. ഈ ഘട്ടത്തിൽ നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങൾ കടലാസിൽ എഴുതിയത് വിഷ്വലൈസ് ചെയ്യാൻ കുറച്ച് മിനിറ്റ് ചെലവഴിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിൽ വീണ്ടും വീണ്ടും സങ്കൽപ്പിച്ച് യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുക. ഇതിന്റെ സാരം, നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ അത് യാഥാർത്ഥ്യമാക്കുന്നതിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുന്നു എന്നതാണ്. എല്ലാവർക്കും ഭാവനയിൽ കാണാനുള്ള ശക്തിയുണ്ട്. പ്രപഞ്ചത്തോട് കൂടുതൽ അടുക്കാൻ ആ സമ്മാനം നിങ്ങൾ നിരസിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനാൽ എല്ലാ ദിവസവും കുറച്ച് മിനിറ്റ് കണ്ണടച്ചിരുന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇതിനകം ലഭിച്ചതായി സങ്കൽപ്പിക്കുക. അത് ലഭിച്ചു കഴിഞ്ഞാലുള്ള വികാരങ്ങൾ മുൻകൂട്ടി അനുഭവിക്കുക. അതിനുശേഷം അതിൽ നിന്ന് പുറത്തുവന്ന് നിങ്ങൾ ഇതിനകം നന്ദിയുള്ളവരായിരിക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അത് ആസ്വദിക്കുകയും ചെയ്യുക. ഉദാഹരണത്തിന്, നിങ്ങളൊരു പുതിയ കാർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് കാണാൻ എങ്ങനെയിരിക്കും, അതിന്റെ വിലയും ശബ്ദവും എങ്ങനെയുള്ളതാണ്, നിങ്ങളുടെ നഗരത്തിലെ ഒഴിഞ്ഞ റോഡിലൂടെ അത് ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ തോന്നും എന്നൊക്കെ വിഷ്വലൈസ് ചെയ്യുക. നിങ്ങളൊരു നല്ല ബന്ധമാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആ വ്യക്തിയുടെ ഗുണങ്ങൾ സങ്കൽപ്പിക്കുക. അവർ നിങ്ങളോട് എങ്ങനെ പെരുമാറുന്നു, അവർ പ്രകടിപ്പിക്കുന്ന വികാരങ്ങൾ എന്തൊക്കെയാണ്, ആ വ്യക്തിയുമായി നിങ്ങൾ പങ്കിടാൻ ആഗ്രഹിക്കുന്ന നിമിഷങ്ങൾ എന്നിവയെല്ലാം ഭാവനയിൽ കാണുക. നിങ്ങളൊരു പുതിയ ജോലിയാണ് അന്വേഷിക്കുന്നതെങ്കിൽ ആ ജോലി സങ്കൽപ്പിക്കുക. നിങ്ങളുടെ ക്യാബിനിൽ ഇരിക്കുന്നത്, ടീമിനൊപ്പം പ്രവർത്തിക്കുന്നത്, നിങ്ങൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എന്നിവയെല്ലാം. ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ തുടർച്ചയായി 3 ദിവസം ചെയ്യണം. നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാം, എന്നിട്ട് പിന്നെ എന്ത് ചെയ്യണം? ശരി, ആ 3 ദിവസങ്ങൾക്ക് ശേഷം ഇനി ആ കാര്യങ്ങൾ വിട്ടുകളയാനുള്ള സമയമാണ്. അതായത് ലെറ്റിംഗ് ഗോ പരിശീലിക്കുക. പ്രപഞ്ചത്തിൽ നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസം നിലനിർത്തുക. ഇനി നിങ്ങളുടെ ആഗ്രഹങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കരുത്, അല്ലെങ്കിൽ എപ്പോഴും അവയെക്കുറിച്ച് ചിന്തിക്കരുത്. അതെപ്പോൾ എങ്ങനെ യാഥാർത്ഥ്യമാകുമെന്ന് ഓർത്ത് അധികം ചിന്തിക്കരുത്. പ്രപഞ്ചത്തെ അതിന്റെ വഴിക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുക. ശരിയായ സമയം വരുമ്പോൾ അത് നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ അടുത്തെത്തിക്കുമെന്ന് വിശ്വസിക്കുക. ഇതിനിടയിൽ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും എപ്പോഴും ഒരു നന്ദിയുള്ള മനോഭാവം, ഗ്രേറ്റ്ഫുൾ ആറ്റിറ്റ്യൂഡ് നിലനിർത്തുകയും ചെയ്യുക. നിങ്ങളുടെ പക്കലുള്ളതിനും നിങ്ങളുടെ വഴിയിൽ വരാനിരിക്കുന്നതിനും നന്ദി പ്രകടിപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങൾ ആകർഷണ നിയമത്തെ ശരിയായ രീതിയിൽ പ്രവർത്തനക്ഷമമാക്കും. നിങ്ങളുടെ ഉൾപ്രേരണയെ ഇൻഡ്യൂഷൻ വിശ്വസിക്കുക. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനായി പ്രവർത്തിക്കുക. ഓർക്കുക, പ്രവൃത്തികളില്ലാതെ നിങ്ങളുടെ സ്വപ്നങ്ങൾ ഒരിക്കലും പൂർത്തിയാവില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങളുടെ ഉള്ളിൽ ആ ദൃഢവിശ്വാസമുണ്ടായിരിക്കണം. നിങ്ങളുടെ മുഴുവൻ വിശ്വാസവും ഈ ടെക്നിക്കിൽ അർപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളിത് സ്വയം പരീക്ഷിച്ച് നോക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ സംശയങ്ങളും ഭയങ്ങളും പ്രപഞ്ചവുമായുള്ള നമ്മുടെ ബന്ധത്തെ പരിമിതപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ യോഗ്യത മനസ്സിലാക്കി നിങ്ങളുടെ കഴിവിനെ ഉണർത്തേണ്ടത് വളരെ പ്രധാനം. നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാത്തിനും നിങ്ങൾ യോഗ്യരാണ്. നിങ്ങളുടെ കഴിവിനെ നിങ്ങൾ അംഗീകരിക്കാൻ തുടങ്ങുമ്പോൾ നമ്മളെല്ലാം ഒന്നിനാലും ബന്ധിക്കപ്പെട്ടിട്ടില്ലെന്നും നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും നേടാൻ കഴിയുമെന്നും നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും.